ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊളിറ്റിയുടെ ക്ലാസ്സസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അതിലെ ചാപ്റ്റർ 5 പ്രിയാമ്പിൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. UPSC CSCയുടെ കംപ്ലീറ്റ് നോട്ട്സ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ ഇത്രയും നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് ഗൈഡൻസും ഉണ്ടാവും. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, പ്രിയാമ്പിൾ എന്താണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇതാരാണ് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ മൂവ് ചെയ്തത്? അത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മളിത് രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്കിൽ എന്താണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ, ആരാണ് മൂവ് ചെയ്തത്, എന്നാണ് അഡോപ്റ്റ് ചെയ്തത്, അഡോപ്ഷൻ ഡേറ്റ് എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പഠിച്ച ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ഈ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആരാണ്? NA പാൽഖിവാലയാണ് പ്രിയാമ്പിളിനെ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. പ്രിയാമ്പിൾ ഒരു തവണ അമെന്റ് ചെയ്തിട്ടുള്ളൂ. അത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആണ്. അത് വഴിയിട്ട് 3 പുതിയ വേർഡ് പ്രിയാമ്പിൾ ആഡ് ചെയ്തു. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഈ 3 വേർഡ് ആഡ് ചെയ്തിട്ടുള്ള അമെന്റ്മെന്റ് ആണ് ഇത് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പേജിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ പറഞ്ഞത് ആരാണ്? NA പാൽഖിവാലയാണ്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രിയാമ്പിള്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തതും മൂവ് ചെയ്തതും? അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അമെന്റ്മെന്റ്, ഓക്കെ, പ്രിയാമ്പിൾ ഒരു തവണ അമെന്റ് ചെയ്തിട്ടുള്ളൂ. അത് ഏത് അമെന്റ്മെന്റ് ആക്ടിലാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിലാണ്. അത് പ്രകാരം 3 വേർഡ്സ് ആണ് പുതുതായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. ഏതൊക്കെയാണ് ആ വേർഡ്സ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഓക്കെ, ഇതൊക്കെ മറന്നു പോകാണ്ട് ഓർത്തു വെക്കാം. ഇനി ഇതാണ് എന്ത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, ഈ പ്രിയാമ്പിൾ കാണാണ്ട് പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു വെക്കുമ്പോൾ തന്നെ നമുക്കൊരു 80% ഓഫ് ദി ക്വസ്റ്റിന്റെ ആൻസേഴ്സ് ഈ ഒരു പ്രിയാമ്പിൾ കാണാതെ പഠിച്ചു വെക്കുന്നതിലൂടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved constitute India into a sovereign, socialist, secular, democratic republic and to secure all its citizens justice, social, economic and political, liberty of thought expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this constitution. എത്രയാണിത്? ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തെ ഈ എന്ത് ഓർത്തു വെക്കുക, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമ്പിളിന്റെ അഡോപ്ഷൻ ഡേറ്റ് ഓർത്തു വെക്കുക, 1949. അഡോപ്ഷൻ ഡേറ്റ് ഓർത്തു വെക്കുക, നവംബർ 1949. ഓക്കെ, 26th day of November 1949. ഓക്കെ, ഇതെന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ചു വെക്കുക. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം, നന്നായിട്ട് കുറച്ചുകൂടി വിശദീകരിച്ച് പഠിക്കാം. ഇൻഗ്രീഡിയൻസ് ഓഫ് പ്രിയാമ്പിൾ. പ്രിയാമ്പിളിന് 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുമ്പോൾ സോഴ്സസ് ഓഫ് അതോറിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താണ് സോഴ്സസ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. പ്രിയാമ്പിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഏതാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഏതാണ്? നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഇനി മൂന്നാമതായിട്ട് വരുന്ന ഇൻഗ്രീഡിയന്റ് ഏതാണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അതേതാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നതാണ് ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതാണ്? 26 November 1949 ആണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 4 ഇൻഗ്രീഡിയൻസ് ഓഫ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതേതാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇനി നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്, അതേതാണ്? സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, അതാണ് ഇത് നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതേതാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതാണ് ഇത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്?
നവംബർ 26, 1949 ആണ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ മാർക്കാണ്ട് പഠിച്ചു വെക്കുക. സോഴ്സ് ഓഫ് അതോറിറ്റി നമ്മൾ പഠിച്ചു, പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി നമുക്ക് നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒന്ന് സോവറിൻ. സോവറിൻ എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡിപെൻഡന്റ് അതോറിറ്റി ഫ്രീ ഫ്രം എക്സ്റ്റേണൽ കൺട്രോൾ. എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ്. എക്സ്റ്റേണൽ കൺട്രോളിൽ നിന്ന് എന്താണ്? ഫ്രീ ആണ്. അതാണ് ഈ സോവറിൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വേർഡാണ് സോഷ്യലിസ്റ്റ്. ഇത് ആഡ് ചെയ്തത് എങ്ങനെയാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് 1976 പ്രകാരം 3 വേർഡ്സ് ആഡ് ചെയ്തു എന്ന് പറഞ്ഞിരുന്നു. അതിലൊരു വേർഡാണ് ഇത് സോഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അത് എന്തിനാണ് എയിം ചെയ്യുന്നത്? എയിമിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി. സോഷ്യൽ എക്കണോമിക് ഇക്വാലിറ്റിനെയാണ് ഈ സോഷ്യലിസ്റ്റ് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സോവറിൻ പഠിച്ചു, സോഷ്യലിസ്റ്റ് പഠിച്ചു. അടുത്ത വാക്കാണ് സെക്യുലർ. സെക്യുലർ എന്നുള്ള വേർഡും എങ്ങനെയാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴി ആഡ് ചെയ്തതാണ്. അതെന്താണ്? ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻസ്. അതായത് എല്ലാ റിലീജിയൻസിനും ഈക്വൽ ട്രീറ്റ്മെന്റ്. നമ്മൾ പഠിച്ചിരുന്നു നമ്മുടെ ഇന്ത്യക്ക് എന്താണ്? നമ്മുടെ ഇന്ത്യക്ക് എന്താണ്? ഒരു പെർട്ടിക്കുലർ ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് ഇല്ല. ഏത് നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനും ഉള്ള ഫ്രീഡം എവിടെയുണ്ട്? നമുക്ക് ഇന്ത്യയിലുണ്ട്. സോ സെക്യുലർ വേർഡ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈക്വൽ ട്രീറ്റ്മെന്റ് ഓഫ് ഓൾ റിലീജിയൻസ്. അതാണ് ഈ സെക്യുലർ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി എന്ന വേർഡ് 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ആഡ് ചെയ്യപ്പെട്ട വേർഡ്സ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത വാക്കാണ് ഡെമോക്രാറ്റിക്. എന്താണ് ഡെമോക്രാറ്റിക്? നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് എലക്ഷൻ വഴി തെരഞ്ഞെടുക്കപ്പെടുന്ന ഗവൺമെന്റ് ആണ്. അതാണ് ഈ ഡെമോക്രാറ്റിക് വേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് രാജഭരണമല്ല, നമ്മൾ തന്നെയാണ് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ എലക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വേർഡാണ് റിപ്പബ്ലിക്. എന്താണ്? നമുക്കൊരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട്. ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? എലക്ഷൻ വഴിയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. സോവറിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഡിപെൻഡന്റ് അതോറിറ്റി ആണ്, ഫ്രീ ഫ്രം എക്സ്റ്റേണൽ കൺട്രോൾ. സോഷ്യലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എയിമിംഗ് ഫോർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇക്വാലിറ്റി. എന്താണ് ഈ സോഷ്യലിസ്റ്റ് വേർഡ് ആഡ് ചെയ്തത്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 പ്രകാരമാണ്. അതുപോലെ തന്നെ സെക്യുലർ എന്ന് പറയുമ്പോൾ ഈക്വൽ ട്രീറ്റ്മെന്റ് ഫോർ ഓൾ റിലീജിയൻസ്, ഓൾസോ ആഡഡ് ബൈ ദ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം തന്നെയാണ് ആഡ് ചെയ്യപ്പെട്ടത്. എന്താണ്? ഒരു പെർട്ടിക്കുലർ റിലീജിയൻ നമുക്ക് ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും പ്രൊഫസ് ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ഇന്ത്യയിൽ ഉണ്ട്. എല്ലാ റിലീജിയൻസിനും ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്. ഇനി അടുത്തതാണ് ഡെമോക്രാറ്റിക്. ഗവൺമെന്റ്, അതായത് ഗവൺമെന്റ് ബൈ ദ പീപ്പിൾ പ്രോ എലക്ഷൻസ്. അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? എലക്ഷൻ വഴി നമ്മൾ തന്നെ സെലക്ട് ചെയ്യുന്ന ആളുകളാണ് ഗവൺമെന്റ് ആയിട്ട് വരുന്നത്. ഇനി റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ട്. ആരാണ്? പ്രസിഡന്റ് ആണ്. പ്രസിഡന്റിനെ എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കുന്നത്? എലക്ഷൻ വഴിയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇനി അടുത്തതാണ് ഒബ്ജക്റ്റീവ്സ്. നമ്മൾ പഠിച്ച ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയായിരുന്നു? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ആണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പഠിച്ചു. ജസ്റ്റിസ്, എന്തൊക്കെ രീതിയിലുള്ള ജസ്റ്റിസ് ആണ് കിട്ടുന്നത്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഓർത്ത് വെക്കുക, ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഭയങ്കര എളുപ്പമാണ് പഠിക്കാൻ. കാരണം എന്താണ്? ആ പ്രിയാമ്പിൾ ഒന്ന് കാണാണ്ട് പഠിച്ചു വെച്ചാൽ ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അത്ര എളുപ്പമാണ് ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട്. ഒത്തിരി ഇല്ല, വളരെ കുറച്ചേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളും. അപ്പം ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ആണ്. ഇനി ലിബർട്ടിയുടെ കാര്യം പറയുമ്പോൾ ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഓർത്തു വെക്കുക, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇനി ഇക്വാലിറ്റി ആവുമ്പോൾ ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എന്തുണ്ട്? ഇക്വാലിറ്റി ഉണ്ട്. ഇനി ഫ്രട്ടേണിറ്റി ഓഫ് എൻഷുറിംഗ് ഫ്രട്ടേണിറ്റി എൻഷുറിംഗ് ഡിഗ്നിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. ഏതൊക്കെയാണ്? ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ജസ്റ്റിസിൽ ഏതൊക്കെയാണ്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഫ്രട്ടേണിറ്റി എൻഷുറിംഗ് ഡിഗ്നിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ നേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചു. അതിനു മുന്നേ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പഠിച്ചു, സോഴ്സ് ഓഫ് അതോറിറ്റി പഠിച്ചു. ഇനി അടുത്തതാണ് അമെന്റ്മെന്റ് ടു ദ പ്രിയാമ്പിളിലെ അമെന്റ്മെന്റ്. പ്രിയാമ്പിൾ ഒരേ ഒരു തവണ അമെന്റ് ചെയ്തിട്ടുള്ളൂ. ഓർത്തു വെക്കുക, ഓൺലി വൺ അമെന്റ്മെന്റ് ഹാസ് ബീൻ മെയ്ഡ് ടു ദ പ്രിയാമ്പിൾ. അതേതാണ്? 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976 ആണ്. അതുവഴിയിട്ട് 3 വേർഡ്സ് ആണ് ആഡ് ചെയ്തത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി.
ഒരിക്കലും മറന്നു പോരുത്, നല്ല രീതിക്ക് കാണാണ്ട് പഠിച്ചു വെക്കുക. ഈ ചാപ്റ്റർ എന്താണ് നല്ല എളുപ്പ, എന്ത് ചെയ്യുക, ഈ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ച് വെക്കുക. ഇനി അടുത്തതാണ് ഇതിലെ ബേസ് ചെയ്തിട്ടുള്ള പ്രിയാമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കേസാണ് ബേറുവാരി കേസ്. അത് 1960 ആണ്. അത് പ്രകാരം എന്താണ്, സുപ്രീം കോർട്ട് പറഞ്ഞു പ്രിയാമ്പിൾ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടല്ല എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം കേശവാനന്ദ ഭാരതി കേസ് 1973 വന്നു. അത് പ്രകാരം എന്ത് പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു പാർട്ടാണ് പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല, അതായത് മാറ്റങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം LIC ഓഫ് ഇന്ത്യ കേസ് 1995 വീണ്ടും എന്ത് പറഞ്ഞു, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണെന്ന് തന്നെ ഒന്നുകൂടി പറഞ്ഞു വെച്ചു. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. 3 കേസസ് ആണുള്ളത്. ബേറുവാരി കേസ് 1960, അതിലെന്താണ് സുപ്രീം കോർട്ട് പറഞ്ഞത്, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടല്ല എന്ന് പറഞ്ഞു. പിന്നെ കേശവാനന്ദ ഭാരതി കേസ് 1973 എന്ത് പറഞ്ഞു, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ മാറ്റങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല, ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം LIC ഓഫ് ഇന്ത്യ കേസ് 1995 വീണ്ടും എന്ത് പറഞ്ഞു, നമ്മൾ പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണെന്ന് ഒന്നുകൂടി പറഞ്ഞ് വെച്ചു. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ. ഈ 3 കാര്യങ്ങളും ഈ 3 കേസസും എന്താണ്, ഓർത്ത് വെക്കുക, വർഷങ്ങളും ഓർത്ത് വെക്കുക. ആദ്യത്തെ കേസിൽ മാത്രം എന്താണ് പറഞ്ഞത്, പ്രിയാമ്പിൾ പാർട്ടല്ല, കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടല്ല എന്ന് പറഞ്ഞു. ബാക്കി വരുന്ന 2 കേസിലും, കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973 LIC ഓഫ് ഇന്ത്യ കേസ് 1995 എന്തെന്ന് പറഞ്ഞു, പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടാണെന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി അടുത്തതാണ്, ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇത് ഒത്തിരി എന്താ പറയാ, ഒത്തിരി ടൈമൊന്നും എടുക്കുന്ന ചാപ്റ്റർ അല്ല. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീരാവുന്ന ചാപ്റ്ററേ ഉള്ളൂ. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ പ്രിയാമ്പിൾ കാണാണ്ടൊന്ന് പഠിച്ചു വെക്കുക. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ദ പ്രിയാമ്പിൾ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടേഷൻ ആണ് പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇറ്റ് എംബഡീസ് ദ aspiration and values of the Indian people, act as a moral compass for governance and legislation. എന്താണ് പ്രിയാമ്പിൾ ആക്ട് ചെയ്യുന്നത്, എ മോറൽ കോമ്പസ്, എന്തിനു വേണ്ടിയിട്ടുള്ള, ഫോർ ഗവേണൻസ് ആൻഡ് ലെജിസ്ലേഷൻ. ഓക്കെ, എന്താണ് പ്രിയാമ്പിൾ? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് വേർഡ്സ് അല്ല, പക്ഷെ അതെന്താണ്, വിഷൻ ഫോർ ഇന്ത്യസ് ഫ്യൂച്ചർ, ഇന്ത്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ ആണത്. അത് എന്തൊക്കെയാണ് എൻഷുർ ചെയ്യുന്നത്, ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഇത്രയും കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്ന ഒരു ഇന്ത്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു വിഷൻ ആണ് എന്ത്, നമ്മുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക, പ്രിയാമ്പിൾ ഈസ് നോട്ട് ജസ്റ്റ് എ സെറ്റ് ഓഫ് വേർഡ്സ് ബട്ട് എ വിഷൻ ഫോർ ഇന്ത്യസ് ഫ്യൂച്ചർ എൻഷുറിംഗ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട്. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്, കാണാണ്ട് പഠിച്ചു വെക്കാം. അപ്പം ഐഡന്റിറ്റി കാർഡ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പ്രിയാമ്പിളിനെ പറഞ്ഞ ആരാണ്, NA പാൽഖിവാലയാണ്. പ്രിയാമ്പിൾ എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്, ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ മൂവ് ചെയ്തത് ആരാണ്, ജവഹർലാൽ നെഹ്റു ആണ്. അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ അഡോപ്റ്റ് ചെയ്തു. 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയായിട്ടാണ് പ്രിയാമ്പിളിനെ അമെന്റ് ചെയ്തേക്കുന്നത്. അതിൽ 3 വേർഡ്സ് ആണ് ആഡ് ചെയ്തത്, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഇതാണ് നമ്മുടെ പ്രിയാമ്പിൾ. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് solemnly resolved constitute India into a sovereign, socialist, secular, democratic republic, and to secure all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and opportunity, and to promote among them all fraternity, assuring the dignity of the individual and unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പ്രിയാമ്പിളുടെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. എവിടെ നിന്നാണ് പവർ, അതോറിറ്റി, നമുക്ക് അതായത് സോഴ്സസ് ഓഫ് അതോറിറ്റി എവിടെ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതാണ്, സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇതാണ് എന്ത്, ഇന്ത്യൻ സ്റ്റേറ്റിന്റെ നേച്ചർ എന്ന് പറയുന്നത്. പിന്നെ അഡോപ്ഷൻ ഡേറ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 1949 ആണ്. അപ്പൊ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് കാണാണ്ട് പഠിച്ചു വെച്ചാൽ മതിയാവും. ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. എന്താണ്, ഇത് ഞാൻ യൂട്യൂബിൽ ഇടാനായിട്ട് തയ്യാറാക്കിയ നോട്ട്സ് ആണ്. അപ്പൊ നോട്ട്സ് വേണമെന്നുള്ളവര്, എക്സാമിന് വേണ്ടിയിട്ട് നോട്ട്സ് വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽ നമ്മൾ കംപ്ലീറ്റ് സബ്ജക്ട്സിന്റെ നോട്ട്സ് കൊടുക്കുന്നത്, പ്ലസ് ഗൈഡൻസ് അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഞാൻ എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ മതി, പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. ഓക്കെ, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.